ഹലോ എവരി വൺ വെൽക്കം ബാക്ക്. ലാസ്റ്റ് ഡേ നമ്മുടെ ഗ്രൂപ്പിൽ 2024 CSAT ചോദിച്ച ഒരു PYQ ആയിരുന്നു നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നത്. അതിലൊരു കുട്ടി നല്ലൊരു അറ്റംപ്റ്റ് നടത്തിയിരുന്നു. ബട്ട് അപ്രോച്ചിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് കാരണം അത് ശരിയാക്കാൻ പറ്റിയില്ല. ബട്ട് എന്നിരുന്നാലും അത് നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവർ കൂടി ഇതുപോലെ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് CSAT ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ, ഈ ഒരു ക്വസ്റ്റ്യൻ ടൈം ആൻഡ് വർക്കിൽ റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ആണ്. 24 UPSC ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 24 എക്സാം അറ്റംപ്റ്റ് നടത്തിയിട്ടുള്ളവർക്ക് അറിയാം ഇത് എങ്ങനെയായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത്. അപ്പോൾ നോക്കുന്ന സമയത്ത് ഇവിടെ എന്താണ്, നമുക്ക് ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ടൊന്ന് വായിക്കുവാണെങ്കിൽ 3 പേരുണ്ടെന്ന് അറിയാം അല്ലേ, XYZ എന്ന് പറയുന്ന 3 പേരുണ്ട്. അവരെന്ത് ചെയ്യും, ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻഡിവിജ്വലി. എത്ര മണിക്കൂർ കൊണ്ടാ? 6 hours, 8 hours ആൻഡ് 8 hours കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ 3 പേരും അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ട് അവർ ഈ ഒരു പെർട്ടിക്കുലർ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം. ഇനി ക്വസ്റ്റ്യൻ അടുത്ത സെന്റൻസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, only one person at a time can work in each hour. അതായത് ഓരോ മണിക്കൂറിലും എന്താണ്, ഓരോരുത്തരാണല്ലേ, മീൻസ് വൺ പേഴ്സൺ അറ്റ് എ ടൈം എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇവർ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, നോ ബഡി ക്യാൻ വർക്ക് ഫോർ 2 consecutive hours. അതായത് തുടർച്ചയായിട്ട് എന്ത് ചെയ്യുന്നില്ല, ആരും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഓരോ മണിക്കൂറാണ് ഓരോരുത്തരായിട്ട് ചെയ്യുന്നതും. പിന്നെ ക്വസ്റ്റ്യൻ അടുത്ത സെന്റൻസിൽ പറയുന്നത് ഓൾ ആർ എൻഗേജ് ടു ഫിനിഷ് ദ വർക്ക് അല്ലെ, എല്ലാവരും ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് ചെയ്യുവാണെങ്കിൽ വാട്ട് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് ടൈം ദാറ്റ് ദേ വിൽ ടേക്ക് ടു ഫിനിഷ് ദ വർക്ക്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നതാണ് ടു ഫിനിഷ് ദ വർക്ക് ഇൻ മിനിമം ടൈം. ഒരു വർക്ക് മിനിമം ടൈമിൽ ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയായിരിക്കണം നമ്മൾ ആദ്യം ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടത്, അതായത് മോസ്റ്റ് എഫിഷ്യൻറ്റ് വർക്കറിനെ അല്ലേ, മോസ്റ്റ് എഫിഷ്യൻറ്റ് വർക്കറിനെ അല്ലേ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരായിരിക്കും മോസ്റ്റ് എഫിഷ്യൻറ്റ് വർക്കർ എന്ന് പറയുന്നത്? നോക്കിക്കേ, ഇവിടെ എക്സ് അല്ലേ, എക്സിന് എത്ര മണിക്കൂർ എടുക്കുന്നത്, എക്സിന് വേണ്ടത് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 6 hours ആണ് അല്ലേ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഫാസ്റ്റസ്റ്റ് വർക്കർ എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും. ഇനി ബാക്കിയുള്ളവരോ, വൈയും സെഡ് എന്ന് പറയുന്നത് അവരെന്ന് പറയുന്നത് സ്ലോവർ ആണ് കമ്പയർ ടു എക്സിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം ഇവർക്ക് വേണ്ടി വരുന്ന അവേഴ്സ് എത്രയാണ്, 8 hours ആണ്, റൈറ്റ്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന അടുത്തൊരു കാര്യം എന്താണ്, സിൻസ് നോബഡി ക്യാൻ വർക്ക് 2 consecutive hours. ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഏതാണ്, നമുക്ക് എക്സ് എന്ന് പറയുന്ന ഒരാളെ നമുക്ക് എന്ത് ചെയ്യാം, എവറി ഓൾട്ടർനേറ്റ് അവേഴ്സിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നതല്ലേ നല്ലത്. അതായത് ആദ്യത്തെ മണിക്കൂറിൽ എക്സ് എന്ത് ചെയ്തു, വർക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ വൈ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, സെഡ് സെക്കൻഡ് അവേഴ്സിൽ വർക്ക് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്താൽ പോരെ. അതിനുശേഷം മൂന്നാമത്തെ മണിക്കൂറിൽ എന്ത് ചെയ്യാം, വീണ്ടും നമുക്ക് എക്സിനെ പ്ലേസ് ചെയ്യാം. പറഞ്ഞാൽ മനസ്സിലാവും. വീണ്ടും അഗെയിൻ നാലാമത്തെ മണിക്കൂറിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈ അല്ലെങ്കിൽ സെഡ് ആയിരിക്കും. ഇങ്ങനെ അങ്ങ് പോയാൽ പോരെ, ആലോചിച്ച് നോക്കാം. അപ്പോൾ അതായത് നമുക്ക് എങ്ങനെ പ്ലേസ് ചെയ്യാം, കാരണം നമുക്ക് വേണ്ടത് മിനിമം ടൈം ആണല്ലേ, മിനിമം ടൈമാണ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട വേണ്ടത്. എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഈ വർക്കിൽ എൻഗേജ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സിന് നമുക്ക് ഈ പറയുന്ന രീതിയിൽ എവറി ഓൾട്ടർനേറ്റ് അവേഴ്സിൽ നമുക്ക് പ്ലേസ് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും, റൈറ്റ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണം അല്ലെ, ടോട്ടൽ വർക്കും അതുപോലെ തന്നെ എഫിഷ്യൻസിയും കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമേ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ തന്നിരിക്കുന്ന ആൾക്കാരുടെ സമയം കണ്ടോ, 6, 8, 8. ഇതിന്റെ നമ്മൾ എന്ത് ചെയ്യണം, LCM കാണണം. ആരുടെയൊക്കെയാണ്, 6, 8, 8. ഇനി നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. അപ്പം LCM കാണാനായിട്ട് നിങ്ങൾക്ക്, ഞാൻ ഓൾറെഡി നമ്മുടെ ഈ ഒരു കോഴ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് LCM ആൻഡ് HCF എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയും. എന്നിരുന്നാലും ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ഷോർട്ട് ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ തന്നിരിക്കുന്ന ഈ 3 നമ്പറിൽ ഏറ്റവും വലിയ നമ്പർ ആരാ, ഈ 8 അല്ലേ. അപ്പോൾ 8 വെച്ചിട്ട് ഡെഫിനറ്റ്ലി ഈ 8 എന്ത് ചെയ്യും, ഒരു ഫാക്ടറാണ്, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് പോകും. 6 പോവോ, 6 പോവില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ 2 മെത്തേഡ് ഉണ്ട് നമുക്ക് LCM കണ്ടുപിടിക്കാനായിട്ട്. ഒന്നെന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഈ 8ന്റെ അടുത്ത മൾട്ടിപ്പിൾ എടുക്കുക, 16 എടുക്കുക, 16 പോകുന്നുണ്ടോ എന്ന് നോക്കുക. അത് പോയില്ലെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, അടുത്ത മൾട്ടിപ്പിൾ എടുത്ത് നോക്കും. അതല്ലാന്നുണ്ടെങ്കിൽ 6നെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, 2 into 3 എന്ന് എഴുതിക്കൂടെ അല്ലെ, 2 into 3 എന്ന് എഴുതാം. ഇതിൽ 2 എന്ന് പറയുന്നത് എന്താണ്, ഈ 8 ആയിട്ടും ഡിവൈഡ് ചെയ്ത് പോകും, അല്ലെങ്കിൽ ഇവിടുത്തെ 8 ആയിട്ടും ഡിവൈഡ് ചെയ്യും. 3 ചെയ്യോ, 3 ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 3 into 8 ചെയ്യണം.
അല്ലെ 3 × 8 എന്ന് പറയുന്നത് എന്ത് കിട്ടും? നിങ്ങൾക്ക് 24 കിട്ടും. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവിടുത്തെ LCM എന്ന് പറയുന്നത് 24 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് എന്തായിരിക്കും? 24 ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? 24 യൂണിറ്റ്സ് ആയിരിക്കും ഇവിടുത്തെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ വർക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എഫിഷ്യൻസി കണ്ടുകൂടെ? ഓരോ ആൾക്കാരുടെയും എഫിഷ്യൻസി. അങ്ങനെ ഓരോ ആൾക്കാരുടെയും എഫിഷ്യൻസി കാണുമ്പോഴത്തേക്കും എന്തായിരിക്കും വരുന്നത്? ആലോചിച്ച് നോക്കിക്കേ. ഇപ്പം എക്സിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ എക്സ് എന്താണ്? എക്സ് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 6 മണിക്കൂർ വേണം. അല്ല, ഒരു മണിക്കൂറിൽ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 6 മണിക്കൂർ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ടോട്ടൽ എത്ര വർക്കുണ്ട്? 24 യൂണിറ്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 24/6 ചെയ്താൽ പോരെ? അപ്പോൾ 24/6 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4 യൂണിറ്റ്സ് എന്ന് പറഞ്ഞ് കിട്ടും അല്ലേ? അത് ഈ 4 യൂണിറ്റ്സ് പെർ അവർ ആണേ. അപ്പോൾ നമുക്കറിയാം എക്സ് അറിയാം. എക്സ് ഒരു മണിക്കൂറിൽ 4 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യും അല്ലെ, ഈ ഒരു വർക്കാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ വൈയുടെ കേസിലോ സെയിം. കാരണം വൈ കംപ്ലീറ്റ് ചെയ്യുന്നത് 8 മണിക്കൂറാണ് എടുക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? 24/8 ചെയ്യും. അപ്പോൾ എന്താ വരുന്നത്? അല്ലേ, 3 യൂണിറ്റ്സ് പെർ അവർ എന്നുള്ള രീതി വരും. സെഡിൻ്റെയും ഇത് സെയിം തന്നെയാണ്. കാരണം സെഡും എടുക്കുന്നത് 8 മണിക്കൂർ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വരുന്നത്? 24/8 എഗെയിൻ ഇവിടെയും 3 യൂണിറ്റ് തന്നെയാണ്. ഇത് ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? അപ്പോൾ നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾക്ക് ഒരു സൈക്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം നമുക്കറിയാം വൈയും സെഡിനെ നമ്മൾ എന്ത് ചെയ്യണം? സെയിം സ്പീഡാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? നമ്മൾ ബാക്കി കാൽക്കുലേഷൻസ് ഒന്നും നമ്മൾ നോക്കുന്നില്ല. ഇനി നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം ഈ പറയുന്ന സൈക്കിൾ നമുക്കറിയണം. ഒരു 2 അവർ സൈക്കിൾ എടുക്കുകയാണെങ്കിൽ ആലോചിച്ച് നോക്കിക്കേ ഇനി. അതായത് ഫസ്റ്റ് അവറിൽ എക്സ് ആയിരിക്കുമല്ലോ വർക്ക് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെയായിരുന്നു നേരത്തെ. ഞാനത് മായ്ച്ചു. നിങ്ങളത് നേരത്തെ ഒന്ന് മീൻസ് എന്താണ് ബാക്ക് ഫോർവേഡ് നോക്കണേ. അപ്പോൾ എന്തായിരിക്കും വന്നത്? എക്സ് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും എക്സ് എത്ര യൂണിറ്റ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്? 4 യൂണിറ്റ്സ് ആയിരിക്കുമല്ലോ ആദ്യത്തെ മണിക്കൂറിൽ വർക്ക് ചെയ്യുന്നത് അല്ലേ? ഇനി സെക്കൻഡ് അവറിൽ എന്തായിരിക്കും? സെക്കൻഡ് അവേഴ്സിൽ വൈ അല്ലെങ്കിൽ സെഡ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത് അല്ലേ? വൈ അല്ലെങ്കിൽ സെഡ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അവരുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എഫിഷ്യൻസി എത്ര ആയിരിക്കും ഇവിടെ വരുന്നത്? 7 യൂണിറ്റ് ആയിരിക്കുമല്ലോ. ആലോചിച്ച് നോക്കിക്കേ. അതായത് ആദ്യത്തെ 2 മണിക്കൂറിൽ എത്ര യൂണിറ്റ് ഓഫ് വർക്ക് കംപ്ലീറ്റ് ആവും? 7 യൂണിറ്റ് ഓഫ് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അതായത് എക്സും ഈ പറയുന്ന രീതിയിൽ വൈ ഓർ സെഡ് ചേർന്ന് എന്ത് ചെയ്യും? 7 യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. ടോട്ടൽ യൂണിറ്റ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് 24 ആണ്. റൈറ്റ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ടോട്ടൽ യൂണിറ്റ് ഓഫ് വർക്ക് വെച്ചിട്ട് നമുക്ക് ഒരെണ്ണം ചെയ്തുകൂടെ? നോക്കിക്കേ. ഇവിടെ നമുക്കറിയാം ആദ്യത്തെ 2 മണിക്കൂറിൽ 7 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യുമെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിക്കേ. നമുക്ക് ഈ 7ന്റെ ഒരു മൾട്ടിപ്പിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ 24 വരെ എത്തിച്ചാൽ പോരെ? അങ്ങനെയായിരിക്കും എന്തായിരിക്കും വരുന്നത്? 7 × 3 21 വരും. അതായത് 3 സൈക്കിൾ ആകുമ്പോഴത്തേക്കും ഇവിടെ എത്ര യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും? 21 യൂണിറ്റ്സ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ 3 സൈക്കിളും കൂടെ ചേർത്തിട്ട് എത്ര മണിക്കൂർ എടുത്തിട്ടുണ്ടാവും? കാരണം ഓരോ സൈക്കിൾ എന്ന് പറയുന്നത് 2 മണിക്കൂർ വീതമാണ്. അങ്ങനെയാണെങ്കിൽ 3 സൈക്കിൾ ആകുമ്പോഴത്തേക്കും 3 × 2 6 അവേഴ്സ് വരും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഇതുവരെ 6 മണിക്കൂർ എന്നുള്ളത് കിട്ടി. ഓപ്ഷനിലും എന്താണ് എല്ലായിടത്തും 6 ആണ് കിടക്കുന്നത് അല്ലേ? 6 hours 15 minutes, 6 hours 30 minutes, 6 hours 45 minutes, പിന്നെ ഉള്ളത് 7 hours ഉണ്ട്. അപ്പോൾ നമുക്ക് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? ഓൾറെഡി 24 യൂണിറ്റിൽ എത്ര യൂണിറ്റ് കവർ ചെയ്തു? 21 യൂണിറ്റ്സ് കവർ ചെയ്തു. ഇനി റിമൈനിങ് വർക്ക് എത്രയാണ് ഉള്ളത് ബാക്കി? അല്ല, റിമൈനിങ് എത്രയുള്ളത്? -24 എടുക്കുകയാണെങ്കിൽ എത്രയാണ് വരുന്നത്? 3 യൂണിറ്റ്സ് അല്ലേ ബാക്കിയുള്ളത് റിമൈനിങ്? ആലോചിച്ച് നോക്കിക്കേ. ഇനി നമുക്ക് അതായത് 21 യൂണിറ്റ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. 6 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് കാണേണ്ടത് വെറും 3 യൂണിറ്റ് ഓഫ് വർക്ക് ആണ് കാണേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സൈക്കിളിൽ എവറി 2 hours എന്ന് പറയുമ്പോൾ ആദ്യം എക്സ് വരും, അടുത്തത് വരുന്നത് വൈ ഓർ സെഡ് ആണ്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത് വരുന്ന ആളായിരിക്കും എക്സ് തന്നെ ആയിരിക്കും. ഇവിടെ നോക്കുന്ന സമയത്ത് സിക്സ്ത് അവർ എന്ന് പറയുന്നത് എന്താണ്? ഈ സിക്സ്ത് അവർ എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത മണിക്കൂറിൽ അടുത്ത സൈക്കിൾ തുടങ്ങുന്നത് ആരായിരിക്കും? എക്സ് ആയിരിക്കും ചെയ്യുന്നത്. റൈറ്റ്? അപ്പോൾ ഇത് ക്ലിയർ ആവണം.
അപ്പൊ അടുത്തതിൽ ഇനിയുള്ളത് 3 യൂണിറ്റേ ബാക്കിയുള്ളൂ. അടുത്ത ചെയ്യാൻ പോകുന്നത് ആരാണ്? എക്സ് ആണ്. എക്സിന്റെ സ്പീഡ് എന്താണ്, അല്ലെങ്കിൽ എഫിഷ്യൻസി എന്താണ്? 4 യൂണിറ്റ്സ് പെർ അവർ ആണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ബാലൻസ് ടൈം ആണ്, ടൈം ടേക്കൺ കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യും? വോക്ക് ബൈ സ്പീഡ് ആണ്. അതായത് ചെയ്യാൻ ബാക്കിയുള്ളത് 3 മണിക്കൂർ, റിമൈനിങ് എത്രയുള്ളത്? ബൈ 4 ആണ്. നമുക്ക് 3/4 ആണ് കാണേണ്ടത്. അപ്പൊ 3/4 കാണണം. പക്ഷെ നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? മിനിറ്റിലാണ്. അപ്പൊ മിനിറ്റിലായതുകൊണ്ട് തന്നെ ഇൻറ്റു 60 മിനിറ്റ്സ് ചെയ്യുക. അപ്പൊ എന്ത് വരും? ഇവിടെ 15 വരും, 45 മിനിറ്റ്സ് എന്ന് പറഞ്ഞു വരും. അപ്പം നമുക്കിപ്പം 45 മിനിറ്റ്സ് കിട്ടി. നേരത്തെ എത്ര കിട്ടി? നേരത്തെ നമുക്ക് ടോട്ടൽ 6 അവേഴ്സ് കിട്ടി. അപ്പം ഈ 6 പ്ലസ് ഈ പറയുന്ന 45 എന്ന് പറയുന്നത് 6 hours 45 മിനിറ്റ്സ് ആണ്. ഓപ്ഷൻ സി ആണ്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? ആദ്യം എപ്പോഴും ഇത്തരം ക്വസ്റ്റ്യൻസ് കിട്ടുന്ന സമയത്ത് നമുക്ക് ആദ്യം കാണേണ്ടത് എന്താണ്? ടോട്ടൽ വർക്കും അതുപോലെ തന്നെ അവരുടെ എഫിഷ്യൻസി ആണ് കാണേണ്ടത്. അപ്പോൾ അത് കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന അവേഴ്സിന്റെ LCM കണ്ടാൽ മതി. അപ്പോൾ LCM കാണാനായിട്ട് എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന ഏറ്റവും വലിയ നമ്പർ എടുക്കുക. ആ വലിയ നമ്പർ ബാക്കി നമ്പറുമായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ അതിന്റെ ഫാക്ടേഴ്സ് ആണെന്ന് നോക്കുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഒന്നുകിൽ നിങ്ങൾക്ക് ആ തന്നിരിക്കുന്ന വലിയ നമ്പറിന്റെ മൾട്ടിപ്പിൾസ് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ഏത് നമ്പറാണോ പോകാണ്ടിരിക്കുന്നത് ആ നമ്പറിനെ സ്പ്ലിറ്റ് ചെയ്യുക, എന്നിട്ട് നോക്കുക. ഈ ഒരു പാറ്റേൺ ആണ്. റൈറ്റ്? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്? പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും കഴിവതും ഈ ഗ്രൂപ്പിലുള്ള കുട്ടികൾ മാക്സിമം ക്വസ്റ്റ്യൻസ്, ഇതുപോലത്തെ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾ എന്ത് ചെയ്യുക? കഴിവതും നിങ്ങൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. പറഞ്ഞത് ക്ലിയർ ആയോ?